സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ട കുറ്റവാളികൾ എന്തിന് റിസോർട്ടിൽ ഒത്തുകൂടി? ഹൈവേ റോബറിക്കായുള്ള ഗൂഢാലോചനയ്ക്കായിരുന്നു. അർജുൻ ആയങ്കി അടക്കം 6 അംഗ ക്രിമിനൽ സംഘത്തെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അന്തർജില്ലാ ക്രിമിനൽ സംഘാംഗങ്ങളുടെ ഗൂഢാലോചനയാണ് പോലീസ് പൊളിച്ചത്. അർജുൻ ആയങ്കി, ആറ്റിപ്ര ആദർശ്, അഴീക്കൽ പ്രണവ്, പള്ളുരുത്തി ധനീഷ്, അരുൺ എന്ന ഡോൺ, ടാൻസൺ എന്നിവരെയാണ് കോതമംഗലം പോലീസ് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി കെ സുദർശന്റെ നേതൃത്വത്തിലുള്ള ഓപ്പറേഷൻ സ്റ്റീൽ ബേർഡിന്റെ ഭാഗമായി നടന്ന പരിശോധനയിലാണ് സംഘത്തെ കസ്റ്റഡിയിലെടുക്കുന്നത്. പുന്നേക്കാട് കരിയിലപ്പാറ ഭാഗത്തുള്ള റിസോർട്ടിൽ ഒത്തുകൂടിയവരെ വളഞ്ഞ് സാഹസികമായിരുന്നു ഓപ്പറേഷൻ. 6 അംഗ സംഘം സഞ്ചരിച്ചിരുന്ന ആഡംബര കാറുകളും ഇവർ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹൈവേ റോബറി, വധശ്രമം, മയക്കുമരുന്ന് കടത്ത്, മോചനദ്രവ്യത്തിനായുള്ള മനുഷ്യക്കടത്ത്, സ്വർണ്ണക്കടത്ത്, ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതികളാണ് പിടിയിലായവരെല്ലാം. അർജുൻ ആയങ്കിക്കെതിരെ 8 കേസുകളുണ്ട്. ആദർശിന് 10 കേസുകളും പ്രണവിനെതിരെ 6 കേസുകളും ധനീഷിനെതിരെ 2 കേസുകളും അരുണിനെതിരെ 13 കേസുകളും ടാൻസണിനെതിരെ 5 കേസുകളും നിലവിലുണ്ട്. ഇവർ പുതിയ പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഒന്നിച്ചതെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. സംഘടിത കുറ്റകൃത്യം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ പേർ പിടിയിലാകാൻ സാധ്യതയുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.